മുന്നണി വിപുലീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന് ഇടതുമുന്നണി തീരുമാനം. തെരഞ്ഞെടുപ്പിൽ പുറത്തുള്ള കക്ഷികളുമായി സഹകരിക്കാനും യോഗം തീരുമാനിച്ചു. സീറ്റ് വിഭജന വിഷയത്തിൽ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച തുടരാനും ഈ മാസം 19-ന് അടുത്ത യോഗം ചേരാനും തീരുമാനമായി. വിവരങ്ങളുമായി കെ സജീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സജീഷ്, തീർത്തും അപ്രതീക്ഷിതമായ ഒരു തീരുമാനമാണോ LDF-ൽ നിന്നും ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് യോഗത്തിന്റെ മറ്റു വിവരങ്ങൾ? സുഹൈല, കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗം മുന്നണി പ്രവേശനം ആവശ്യപ്പെട്ട് LDF-നെ സമീപിച്ചിരുന്നു. ഇന്നത്തെ LDF യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് CPM ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തെ ഉടൻ തന്നെ മുന്നണിയിലേക്ക് എടുക്കേണ്ട എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും മുന്നണി യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. ഇത് പിന്നീട് ഒരു പൊതു തീരുമാനമായി മാറുകയായിരുന്നു. നിലവിൽ തന്നെ LDF-ന് പുറത്തുള്ള INL ഉൾപ്പെടെയുള്ള കക്ഷികൾ മുന്നണി പ്രവേശനം ആവശ്യപ്പെട്ട് വളരെ നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. ഇവരെ പരിഗണിക്കാതെ ഉടനടി ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തെ പരിഗണിച്ചാൽ അത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്ന അഭിപ്രായമാണ് യോഗത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെ മുന്നണി വിപുലീകരണം തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മതി എന്ന ഒരു പൊതുധാരണയിലേക്ക് LDF യോഗം എത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് വിഭാഗം ഉൾപ്പെടെയുള്ള മുന്നണിക്ക് പുറത്തുള്ള കക്ഷികളുമായി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാനുള്ള ഒരു തീരുമാനവും ഇന്നത്തെ LDF യോഗത്തിൽ ഉണ്ടായി. ഇവരുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയും ചെയ്യും. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഇന്നത്തെ LDF യോഗത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായില്ല. ഈ LDF യോഗത്തിന് ശേഷം നാളെ മുതൽ വീണ്ടും കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. തുടർന്നായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാവുക. സീറ്റ് വിഭജനം ഈ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ ധാരണയാകാനാണ് LDF യോഗത്തിന്റെ തീരുമാനം. 19-ാം തീയതി അടുത്ത LDF യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട ധാരണകൾ ചർച്ച ചെയ്യുകയും അന്തിമ തീരുമാനത്തിലെത്തുകയും ചെയ്യും. 20-ാം തീയതി LDF-ന്റെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. സജീഷ്, ഇതര കക്ഷികളുമായി സഹകരിക്കുന്ന കാര്യത്തിൽ സഹകരിക്കാമെന്ന് LDF യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ഡിയുമായുള്ള ഏതെങ്കിലും സീറ്റുകളിൽ സഹകരിക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ ഏതെങ്കിലും സീറ്റുകൾ അത്തരം എന്തെങ്കിലും ചർച്ചകളുണ്ടായിരുന്നോ? സുഹേല, ഇന്നത്തെ LDF യോഗത്തിൽ സീറ്റുകൾ ഏത് നൽകണം അല്ലെങ്കിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. ഇന്നത്തെ LDF യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് മുന്നണിക്ക് പുറത്തുള്ള ആൾക്കാർ LDF-ലേക്കുള്ള പ്രവേശനം ആവശ്യപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തെ ഉടനടി ഈ മുന്നണിയിലേക്ക് എടുക്കേണ്ട എന്നാണ്. അതോടൊപ്പം തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകൾ ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. ഇത് വീണ്ടും തുടരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ LDF യോഗത്തിന് ശേഷം നാളെ മുതൽ വീണ്ടും ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. കേരള കോൺഗ്രസ് ഡിയും INL-ഉം ഒപ്പം മുന്നണിക്ക് പുറത്തുള്ള ഫ്രാൻസിസ് ജോർജ് വിഭാഗം PC ജോർജ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിഭാഗങ്ങൾ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്താനാണ് തീരുമാനമായത്. ഏതായാലും 19-ാം തീയതി ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തുകയും 20-ാം തീയതി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് LDF നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മുന്നണി വിപുലീകരണം തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന് LDF തീരുമാനിച്ചിരിക്കുന്നു. കെ സജീഷാണ് വിവരങ്ങൾ നൽകിയത്.